കിബർ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം കേട്ടിട്ടും കാലങ്ങളായിട്ടത് അറിയാം, തെറ്റാണത്, എന്നാലത് ചെയ്യാം അല്ലേ? ചില കല്യാണ വീടുകളിലൊക്കെ ചെന്നാൽ കാണാം, പവിത്രമായ ഒരു ഇബാദത്തായ ഒരു സൽക്കർമ്മമായ ആ വീടുകളിൽ, ആ സ്ഥലങ്ങളിൽ ചെന്നാൽ കാണാം, അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഒട്ടനവധി വചനങ്ങളിൽ പറഞ്ഞ, ആയത്തുകളിൽ പറഞ്ഞ മ്യൂസിക് ഇങ്ങനെ നടമാടുക. കാസർഗോഡ് ജില്ലയുടെ കല്യാണങ്ങളിലൊക്കെ അതിങ്ങനെ വല്ലാതെ നടമാടുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ഒരു സുപ്രഭാതത്തിൽ അല്ലാഹ് എന്നെ ഇവിടെ എത്തിച്ചിട്ട് ഞാനിത് പറയാതെ പോയാൽ അല്ലാഹ് എന്നോട് ചോദിക്കും. ചില ആൾക്കാർ പറയും, ഉസ്താദ് നമ്മളത് വെക്കലില്ല. ശരി, അത്തരം സദസ്സിൽ പങ്കെടുക്കലോ അതും തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഒരു ഖതീബ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, അത്തരം സദസ്സിലേക്ക് ഞങ്ങളെപ്പോലത്തെ നിങ്ങൾ വിളിക്കരുത്. സ്നേഹത്തോടെ പറയാം, നിങ്ങൾ കിബറാണെന്നെങ്കിൽ കിബറാണെങ്കിൽ കൂട്ടിക്കോളി, എന്തും കൂട്ടിക്കോ. അത്തരം സദസ്സിലേക്ക് വിളിക്കരുത്, താല്പര്യമല്ല. ഇനി അത്രയും ഒരു ഖതീബിനെ കൊണ്ട് കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പള്ളിക്ക് വന്നോളി. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ എത്ര വചനങ്ങളിലാണ് പറഞ്ഞത് മ്യൂസിക് ഹറാമാണ് സഹോദര സഹോദരി, അല്ലേ? അതൊരു സത്യമല്ലേ? അതൊരു വഹിയല്ലേ? അത് സ്വീകരിക്കണില്ലെങ്കിൽ നമ്മളെ പേരെന്താ? ഞാൻ നെറ്റിമ്പ എഴുതി ഒട്ടിച്ചില്ലെങ്കിൽ അത് കിബറാണ്. അത് ഇത്തിരി ജീവിതത്തിൽ വന്ന സ്വർഗത്ത് പോകില്ലാൻ. അത് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിക്കോളി. ഇതൊക്കെ പറയുന്നവരെ പഴഞ്ചന്മാരായി മുദ്ര കുത്തും, കുഴപ്പമില്ല. പക്ഷെ മുസ്ലിമിന് കുറേ ജീവിതത്തിൽ ക്ഷമിക്കാനും സഹിക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിച്ചാലും സഹിച്ചാലും സ്വർഗത്ത് പോകുള്ളൂ. കാരണം ഇത് മുഅ്മിനിൻ്റെ ജയിലാണ്, ദുനിയാവെന്ന് പറഞ്ഞാൽ ജന്നത്തുൽ കാഫിർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം.